എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ അബ്ദുൽ നാസർ മാസ്റ്റർ, സ്കൂളിലെ മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. ഭാരതത്തിൽ ഈ ദിവസം ഗാന്ധി ജയന്തി ദിനമായും അന്താരാഷ്ട്ര തലത്തിൽ അന്തർദേശീയ അഹിംസാ ദിനമായും ആചരിക്കപ്പെടുകയാണ്. സാധാരണയായി ഭാരതത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി ജയന്തി എന്നും മഹത്തായ ഒരാഘോഷം തന്നെയാണ്. ഈ ദിനത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ, ഗാന്ധിജിയുടെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിവിധ തരത്തിലുള്ള ചിന്തകൾ, അവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അവയൊക്കെ ഓർത്തുകൊണ്ട്, ഗാന്ധിജിയുടെ എല്ലാ തരത്തിലുള്ള ഓർമ്മകളെയും സ്മരിച്ചുകൊണ്ടാണ് എല്ലാവരും ഈ ദിനം ആഘോഷിക്കാറുള്ളത്. നാം ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച ഒരു പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെങ്കിൽ ഒരു നേതാവായിരുന്നു മഹാത്മാഗാന്ധി. 1869 ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിക്കുകയും തുടർന്ന് ബാരിസ്റ്റർ പഠനത്തിനായി, ഉപരിപഠനത്തിനായി ബ്രിട്ടനിൽ പോവുകയും അവിടെ നിന്ന് ലോയറായി ഒരു വക്കീലായി തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ് ഉണ്ടായത്. ഗാന്ധിജിയുടെ ജീവിതത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷം കുറച്ചു കാലം ഇന്ത്യയിൽ ബാരിസ്റ്റർ വക്കീലായി സേവനമനുഷ്ഠിക്കുകയും പിന്നീട് ആ ഒരു മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തിളങ്ങാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ആ അടുത്തായിട്ടാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ വംശജർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വംശീയമായ അധിക്ഷേപങ്ങളും അത്തരത്തിലുള്ള വാർത്തകളെക്കുറിച്ച് അറിയുന്നതും അവിടെ ഇന്ത്യൻ വംശജരുടെ ഉന്നമനത്തിനായി, അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയാണ്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് 1915 കാലഘട്ടത്തിലാണ്. നാം എല്ലാവരും പഠിച്ചു കാണും, ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ കടന്നുവരവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രത്യേകമായ ഒരു വ്യത്യസ്തമായൊരു മുഖം നൽകുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗാന്ധിജി മുന്നോട്ട് വച്ച അദ്ദേഹത്തിൻ്റെ വളരെ ദീർഘവീക്ഷണമായിട്ടുള്ള ആശയങ്ങളും ദർശനങ്ങളും ചിന്താധാരകളുമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തവും സത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമാധാനപൂർണമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മറ്റ് സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്നും വേറിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ അടിത്തറ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിത്തറയുണ്ടായിരുന്നത് ഗാന്ധിയൻ ദർശനങ്ങളായ അഹിംസയിലും സത്യത്തിലും സമാധാനത്തിലും ഒക്കെയായിരുന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ ഒരു വ്യക്തി സ്ഥാപിക്കുന്നത്. ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ 20 വർഷങ്ങൾക്കിപ്പുറത്താണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സമര പോരാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി ഗാന്ധിജിയുടെ വരവിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഊർജ്ജസ്വലമാവുകയും കൂടുതൽ അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അക്രമത്തെ വെടിഞ്ഞുകൊണ്ട്, സമാധാനപരമായുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ ഊന്നിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്തുവാനും തുടങ്ങി. 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയിരുന്നെങ്കിലും 2 വർഷത്തിനിപ്പുറം
1917 ഗാന്ധിജി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനും അവരുടെ അടിമത്വത്തിനും അവരുടെ ജനദ്രോഹ നടപടിക്കും ഒക്കെ എതിരായി അവിടുത്തെ നീലം കർഷകർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി അവിടെ ഒരു സത്യാഗ്രഹം നടത്തുകയുണ്ടായി. അതാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് നാം പറയുന്നത്. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തോടു കൂടിയാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേരിട്ട് ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഗാന്ധിജി മുന്നോട്ട് വച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നതിനു വേണ്ടി ഗാന്ധിജി മുന്നോട്ട് വച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു സത്യാഗ്രഹം എന്നത്. അക്രമോത്സുകമായ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി സമാധാനത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ പറ്റൂ, അല്ലെങ്കിൽ സമാധാനത്തിലൂടെ നേടിയ സ്വാതന്ത്ര്യം മാത്രമേ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അക്രമത്തെ വെടിയണം, സമാധാനത്തെ നമ്മൾ പിന്തുടരണം എന്ന ആശയം പ്രചരിപ്പിക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. ചമ്പാരനിൽ തുടങ്ങി ഗാന്ധിജി ഏറ്റെടുത്ത് നടത്തിയ ഒരുപാട് സമരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ പ്രധാനപ്പെട്ടതാണ് 1920 നടന്നിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനം, 1930കളിലെ ദണ്ഡി യാത്ര, 1942 ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയവ. അപ്പോൾ ഇത്തരത്തിലുള്ള സമര പോരാട്ടങ്ങളിലൂടെ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ആ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ തൽഫലമായിട്ടാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മധുരതരമായ സ്വാതന്ത്ര്യം എന്ന ആ ഒരു അനുഭൂതി, ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം സത്യത്തിന് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്നത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തന്നെ നടത്തിയ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഒരു ആത്മകഥയായി എഴുതുമ്പോൾ അത് സ്പഷ്ടവും വ്യക്തവുമായിട്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതിലൂടെയാണ് അദ്ദേഹം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, സ്വജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് സ്വന്തം ജീവിതം ഒരു സന്ദേശമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ തരത്തിലും ഭാരതീയരെ ഏകോപിപ്പിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ഏകോപിപ്പിച്ച് നിർത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്ത നാനാജാതി മതങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും ഭാഷയും വേഷവും അനുഷ്ഠാനങ്ങളും കലയും വ്യത്യസ്തമായിരിക്കുന്ന ഭാരതത്തിൽ അവരെയൊക്കെ നാം ഭാരതീയരാണ് എന്ന ഒരു സമത്വം ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ പങ്ക് വളരെയധികമാണ്. അപ്പോൾ അത്തരത്തിലാണ് ഗാന്ധിജി എന്നും നമുക്ക് പ്രിയപ്പെട്ടതും സ്വാതന്ത്ര്യ സമരത്തിൽ എന്നും മഹത്വമുള്ളതുമായി തീരുന്നത്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിനാഘോഷത്തിൻ്റെ ഈ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലാണ് നാം ഗാന്ധിജിയുടെ ആദർശങ്ങളെ കാണേണ്ടത്. സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഗാന്ധിയൻ ദർശനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് എന്നെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക, എൻ്റെ ദുഃഖം മറ്റുള്ളവരുടേത് കൂടിയാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന, നാമെല്ലാം സഹോദരങ്ങളാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ദർശനങ്ങളും ചിന്തകളുമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അത്തരം ചിന്തകളെ ചേർത്തു പിടിച്ചുകൊണ്ട്, അത്തരം ചിന്തകളെ നാം സ്വജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് ഉള്ളതായിരിക്കണം നമ്മുടെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിൽ നാം ഉണ്ടാക്കേണ്ട ബോധ്യങ്ങൾ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നല്ല വിദ്യാർത്ഥികളാണ് ഉയർന്നു വരുന്ന സമൂഹത്തെ നയിക്കേണ്ടത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലൂടെ മാത്രമേ സമൂഹത്തെ നയിക്കേണ്ടത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലൂടെ മാത്രമേ സാമൂഹിക പരിവർത്തനം നടക്കൂ എന്നൊക്കെ പറഞ്ഞ മഹാരഥന്മാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളായ നിങ്ങൾ എല്ലാവരും ഗാന്ധിയൻ ആശയങ്ങളെ കേവലം ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രം ഓർമ്മിക്കാതെ എന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം ആശയങ്ങളെ പകർത്തിക്കൊണ്ട് നല്ലൊരു ഗാന്ധി കണ്ട ഇന്ത്യ, അല്ലെ ഇന്ന് ഗാന്ധിജി കണ്ട ഇന്ത്യ അല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ഗാന്ധിജി കണ്ട ആ ഒരു സാഹോദര്യവും സമത്വവും സുന്ദരപൂർണവുമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി നാം ഓരോരുത്തരും ഗാന്ധിയൻ ആശയങ്ങളെ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അപ്പം അത്തരം ആശയങ്ങൾ ചേർത്തു പിടിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നല്ലൊരു ഗാന്ധി ജയന്തി ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.